പരാജയപ്പെട്ട ഒരു രക്ഷിതാവാണോ നിങ്ങൾ? ചോദ്യം കടുപ്പമാണെങ്കിലും സ്വന്തം കുഞ്ഞിനെ നോക്കിയിട്ട് ചോദിക്കേണ്ട 3 ചോദ്യങ്ങളാണ്. നമ്പർ 1, അവരുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓപ്പണായി തുറന്നു പറയാനുള്ള ഒരു ഇമോഷണൽ സ്പേസ് നിങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ? നമ്പർ 2 എന്ന് പറയുന്നത്, എൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കും എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടാകും, ആ ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കും എന്ന ഉറപ്പ് നിങ്ങളുടെ കുഞ്ഞിന്റെ ക്യാരക്ടറിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? നമ്പർ 3 എന്ന് പറയുന്നത്, നിങ്ങളെ കാണുമ്പോഴേ ഓടിയെത്തി സ്നേഹം പങ്കുവെക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സുമായാണോ ആ കുട്ടി നിൽക്കുന്നത് എന്ന ചിന്തയാണ്. അപ്പൊ ഈ ഒരു 3 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നെഗറ്റീവ് ആൻസർ ആണ് വരുന്നതെങ്കിൽ തോറ്റുപോയി സുഹൃത്തെ, മറ്റൊന്നും പറയാനില്ല. സ്വന്തം കുഞ്ഞിന്റെ മുന്നിൽ പരാജയപ്പെട്ടിട്ട് എന്ത് നേടിയിട്ട് എന്ത് കാര്യം? ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് തിരക്കുള്ള ജോലിയിലായിരിക്കാം, ചിലപ്പോൾ പരസ്പരം വഴക്കടിക്കുന്ന ദമ്പതികളായിരിക്കാം. എന്ത് തന്നെയായാലും ജീവിതത്തിൽ എന്ത് നേടിയാലും നേടിയില്ലെങ്കിലും സ്വന്തം കുഞ്ഞിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോയി. നിങ്ങളുടെ ജീവനിൽ നിന്ന് വന്ന കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ പോലും നാളെ നല്ലൊരു ഫ്യൂച്ചർ കിട്ടേണ്ട ആളാണ്. അവരുടെ ഭാവിയെ നശിപ്പിക്കുന്നതും അവരെ കൊല്ലുന്നതും ഒരേപോലെയാണ്. സ്വയം തിരിച്ചറിയുക, നല്ലൊരു പാരന്റ് ആകാൻ ശ്രമിക്കുക. കാരണം അത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ഇപ്പൊ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു റിക്വസ്റ്റ് ആണ്. നിങ്ങൾ ജയിക്കൂ, അതുവഴി നിങ്ങളുടെ കുഞ്ഞും ജയിക്കട്ടെ.